കാസർഗോഡ് ജില്ലയിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാവുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉറവുകളെല്ലാം വറ്റി വരേണ്ടതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടിവെള്ള വിതരണമാണ് കനത്ത ചൂടിലെ ഏകാശ്വാസമായി മാറുന്നത്. സപ്തസംഗമ ഭൂമിയിലെ ഇന്നത്തെ അവസ്ഥയാണിത്. കൊടും വേനലിൽ നദികൾ വറ്റി വരണ്ടു. പയസ്സിനി പുഴയുടെയും പുത്തികെ പുഴയുടെയും കിടപ്പ് കണ്ടാൽ ഗ്രൗണ്ടുകൾ എന്ന മട്ടാണ്. പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷം. 11 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പുറത്തിറങ്ങണേ 3 മണി കഴിയണം. 3 മണി 4 മണി ശേഷമേ പുറത്തിറങ്ങാൻ പറ്റൂ. അത്രയും ചൂടാണ്. ഒന്നത് വെള്ളമില്ല, വെള്ളക്ഷാമമാണ് മൊത്തമായിട്ട്. വെള്ളത്തിൻ്റെ ദൗർബല്യം അത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇനിയും ചൂട് വർദ്ധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന കുടിവെള്ള വിതരണമാണ് ഏക ആശ്വാസം. പക്ഷേ പലയിടത്തും അത് പ്രാവർത്തികമാകുന്നില്ല. വയലുകളിലും തോടുകളിലും ചെറിയ കുഴികൾ കുത്തി കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നവർ അതും എപ്പോൾ വറ്റുമെന്നറിയാത്ത ആശങ്കയിലും. കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു ഏരിയയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഭയങ്കര ചൂടാണ്. ഒരു 4 മണിയൊക്കെ കഴിയണം കുറച്ചും കൂടെ ഒരു ചൂടിൻ്റെ ആ ഒരു തീവ്രത കുറയണമെങ്കിൽ. രാത്രിയാണെങ്കിൽ പോലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയും ചൂടാണ്. വേനൽ കടുക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഭൂപ്രകൃതിയുമായി താരതമ്യം ചെയ്താൽ ഇതുവരെ ഇല്ലാത്തത്ര കുടിവെള്ളക്ഷാമത്തിലേക്ക് ജില്ല കടക്കും. കനത്ത ചൂടിൽ ജില്ല അനുഭവിക്കുന്ന ദുരിതം കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഈ പുത്തികെ പുഴയാണ്. 14 പുഴകളുള്ള തുളുനാട്ടിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ചുട്ടുപൊള്ളുകയാണ് ഈ നാട്. വിജേഷ് അണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.